രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. മോൻ കഴിക്കാൻ വിടുന്നില്ലേ? നേരെ ഒരുപാടായല്ലോ. മുറിക്കുള്ളിലേക്ക് കയറിയാണ് ദൈവമ്മ അവനോട് ചോദിച്ചത്. ഏ എന്താ? ലോ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നവൻ അവരുടെ സാന്നിധ്യം തൊട്ടു പിന്നിൽ കണ്ട് ഞെട്ടിപ്പോയി. അത് പിന്നെ ആഹാരം കഴിക്കാൻ? ഹൃദയം നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹവുമായി അവർ മകന്റെ അരികിലേക്ക് ചെന്ന് അവന്റെ മുടിയിഴകളെ മെല്ലെ ഒന്ന് കോതിവിട്ടു. എനിക്ക് വിശക്കുന്നില്ല. ഇത് ഞാൻ കഴിക്കുന്ന സമയവുമല്ല. തന്റെ മുടികളെ തലോടിക്കൊണ്ടിരുന്ന ആ കൈ തട്ടി മാറ്റിക്കൊണ്ടവൻ അസ്വസ്ഥതയോടെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവന്റെ ആ ഒരൊറ്റ പ്രവൃത്തി അവരുടെ ഹൃദയത്തെ എത്രമാത്രം നോവിച്ചു എന്ന് ചോദിച്ചാൽ സ്വയം അവർക്ക് പോലും അറിയാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. മോനെ, ആവശ്യമില്ലാത്ത ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒന്നും വേണ്ട. ഒരു പ്രോജക്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ചു ദിവസം മാത്രമേ ഞാൻ ഇവിടെ കാണൂ. അതിനുശേഷം ഞാൻ തിരിച്ചു പോകും. അതുകൊണ്ട് ആവശ്യമില്ലാതെ കയ്യിലുള്ള സ്നേഹം ചിലവാക്കണമെന്നില്ല. അവരുടെ ഹൃദയത്തെ തന്നെയും പിന്നെയും കീറി മുറിക്കാനുള്ള മൂർച്ചയോടെ അവന്റെ വാക്കുകൾ ഓരോന്നായി അവരുടെ ഹൃദയത്തിൽ ആഴമുള്ള മുറിവുകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു. മോനെ, ഇനിയും നീ ഇവിടെ നിന്നും പോകുവാണോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? പണ്ടും ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. പുച്ഛത്തിൽ ആ ചുണ്ടുകൾ ഒന്ന് കൂടി. അന്ന് നീ പഠിക്കാൻ വേണ്ടിയല്ലേ പോയത്? നിന്റെ ഭാവിക്ക് വേണ്ടി. പക്ഷെ ഇപ്പൊ ഇവിടെ നിന്നാൽ നിനക്ക് ജോലി ചെയ്യാമല്ലോ. നമ്മുടെ കമ്പനി തന്നെ നിനക്കുള്ളതല്ലേ? അത്രയും ആഗ്രഹത്തോടെ ആ മാതൃഹൃദയം അവന്റെ മുഖത്തേക്ക് നോക്കി. ചെറിയ പ്രായത്തിലാണ് ഒരു കുട്ടിക്ക് അവന്റെ അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്റെ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ അങ്ങനെ ഒരു കാര്യം എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു പ്രായമായപ്പോഴേക്കും കാണുകയേ വേണ്ട എന്ന രീതിയിൽ കടലും കടത്തി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കുള്ള ഈ ജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. മുന്നോട്ടും അങ്ങനെ തന്നെ മതി. വിച്ചു. ഹൃദയം പൊട്ടി തകരും പോലെ അവരവനെ വിളിച്ചു. പക്ഷെ ആ അമ്മയുടെ കണ്ണുനീർ അല്പം പോലും ബാധിക്കാത്ത പോലെ അവൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ലാപ്പ് കയ്യിലേക്ക് എടുത്തു. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അവൻ എവിടെയും നോക്കാതെയാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് ജോലി ചെയ്യണമെന്ന് അവൻ പറയുന്ന കേട്ടിട്ടും അമ്മ മുറിയിൽ നിന്നും ഇറങ്ങുന്നില്ലെന്ന് കണ്ട് അവൻ പിന്നെയും ഇറിറ്റേറ്റഡ് ആയി. ഹാ, മോൻ ജോലി ചെയ്തോ. എന്നിട്ട് മോൻ എപ്പോഴാ വിശക്കുന്നതെന്ന് വെച്ചാൽ അപ്പോ അമ്മയെ വിളിച്ചാൽ മതി. അമ്മ മോന് എല്ലാം ചൂടാക്കി തരാൻ കേട്ടോ. ഒരിക്കൽ കൂടി അവന്റെ കവിൾത്തടത്തിൽ തൊടാനുള്ള ആഗ്രഹവുമായി അവർ കൈനീട്ടിയതും അവനത് ഇഷ്ടപ്പെടാത്ത പോലെ പിന്നിലേക്ക് മാറി. ദൈവമ്മയുടെ കണ്ണുകൾ പിന്നെയും നിറഞ്ഞു തുളുമ്പി. പക്ഷേങ്കിൽ ആ സങ്കടം മുഖത്ത് വിരുന്നെത്തും മുന്നേ തന്നെ അവർ ചിരിയുടെ ഒരു മേലാപ്പ് എടുത്തണിഞ്ഞു. അമ്മ താഴെ ഉണ്ടാവും. മോനങ്ങ് വന്നാ മതി കേട്ടോ. അവൻ വെറുതെ ഒന്ന് മൂളി. അത് കേട്ടവർ തിരിഞ്ഞു നടന്നതും പിന്നെയും അവന്റെ ശബ്ദം അവരെ തേടിയെത്തി. ഇറങ്ങുമ്പോൾ ആ ഡോറൊന്ന് ലോക്ക് ചെയ്തേരെ. അതുപോലെ ഇനി മുറിയിലേക്ക് വരുമ്പോൾ കതക് കൊട്ടിയിട്ടേ വരാവൂ. അതുകൂടി കേട്ടതും അവരതുവരെ പിടിച്ചു നിർത്തിയ കണ്ണുനീർ ഹൃദയം പൊട്ടി പുറത്തേക്ക് ഒഴുകിപ്പോയി. പുറത്തേക്കിറങ്ങി ഡോറ് ചാരും നേരമാണ് അതിന് സമ്മതിക്കാതെ മറ്റൊരു കൈ വന്നവരെ തടഞ്ഞത്. പാർത്ഥ, അമ്മ താഴേക്ക് പൊക്കോ. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. മോനെ, അമ്മ പൊക്കോ. ഞാൻ പറഞ്ഞില്ലേ അവനെ കണ്ടിട്ട് വരാമെന്ന്. പാർത്ഥൻ നിർബന്ധിച്ച് ദൈവമ്മയെ താഴേക്ക് പറഞ്ഞു വിട്ടു. അവർ താഴെ ഇറങ്ങിയെന്ന് കണ്ടതും പാർത്ഥൻ വംശിയുടെ റൂമിന്റെ വാതിൽ 2 തവണ കൊട്ടി. യെസ്. അകത്തു നിന്നും വംശിയുടെ ശബ്ദം കേട്ടതും പാർത്ഥൻ മുറി തുറന്ന് അകത്തേക്ക് കയറി. നീ ആയിരുന്നോ? നിനക്ക് എന്നു മുതലാണ് മുറികൊട്ടിയൊക്കെ അകത്തേക്ക് വന്ന് ശീലം? കയ്യിലിരുന്ന ലാപ്ടോപ്പുമായി കട്ടിലേക്ക് വന്നിരുന്നു കൊണ്ട് വംശി കണ്ണുകൾ മാത്രം അവനിലേക്കൊന്ന് ഉയർത്തി. നേരത്തെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ? നിനക്ക് 2 കൊമ്പ് മുളച്ചോ? മുളച്ചതും വളർന്നതൊക്കെ നിനക്കല്ലേ. അതുകൊണ്ടല്ലേ സ്വന്തം അമ്മയോട് പോലും മുറിയിലേക്ക് കയറാൻ അനുവാദം വാങ്ങണമെന്ന് പറഞ്ഞത്. ഓ, അപ്പൊ അത് കേട്ടതിന്റെ കനമാണ് ഈ മുഖത്തല്ലേ. ദേഷ്യം നിറഞ്ഞു നിൽക്കുന്ന പാർത്ഥനെ നോക്കി വംശി അവിടെ നിന്നും എഴുന്നേറ്റു. ദേവമ്മ വെറും ഒരു പാവമല്ലേടാ. എന്തിനാടാ അവരെ ഇങ്ങനെ കരയിക്കുന്നത്? നിനക്കറിയില്ലേ നിന്റെ അമ്മയ്ക്ക് നിന്നെ എത്രത്തോളം ഇഷ്ടമാണെന്ന്? അറിയില്ല. മുഖമടച്ചുള്ള ഒറ്റ മറുപടിയായിരുന്നു വംശി. വംശി, സത്യമാണ് പാർത്ഥ. ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. വംശി, എടാ, നിന്റെ വരവിന് വേണ്ടി നേർച്ചയും നിറപറയും കരുതിയിരുന്നതാണ് നിന്റെ അമ്മ. ആഹാ, അതെനിക്ക് പുതിയ അറിവാണല്ലോ. അല്ല, ഈ നേർച്ചയും നിറപറയും ഒക്കെ ആർക്കാണ്? എന്തായാലും എനിക്കാവില്ലല്ലോ. വംശി കളിയാക്കിക്കൊണ്ടാണ് പാർത്ഥനോട് ചോദിച്ചത്. നിനക്കുണ്ടല്ലോ വംശി, അഹങ്കാരമാണ്. അച്ഛനും അമ്മയൊക്കെ ഉള്ളതിന്റെ അഹങ്കാരം. നോക്കിക്കോ, നീ ഈ ചെയ്യുന്നതിന്റെയൊക്കെ പിന്നീട് ഒരിക്കൽ നിനക്ക് കിട്ടും. അച്ഛനും അമ്മയില്ലാത്തൊരു ലോകത്ത് താമസിക്കുന്ന പാട് നിനക്കറിയില്ലല്ലോ. പാർത്ഥൻ എന്തൊക്കെയോ ഓർമ്മയിൽ പൊട്ടിത്തെറിച്ചു. അച്ഛനും അമ്മയും ഇല്ലാത്ത പാട് എനിക്കറിയില്ലെന്നോ? നിനക്ക് അങ്ങനെയാണോ പാർത്ഥ തോന്നുന്നത്? അതെ, അങ്ങനെ തന്നെയാ തോന്നുന്നത്.
അല്ലെങ്കിൽ പിന്നെ നീ ആ അമ്മ ഇത്രയും വിഷമിപ്പിക്കില്ലല്ലോ. ശരിയാണ്, അമ്മ വിഷമിക്കുന്നുണ്ട്. അമ്മയുടെ വിഷമം നിനക്കും മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഞാനോ പാർത്ഥ? വംശിയുടെ ചോദ്യത്തിൽ പാർത്ഥൻ ഒന്ന് പതറി. അച്ഛനും അമ്മയും നിന്റെ കുഞ്ഞുനാളിൽ മരിച്ചു പോയതുകൊണ്ടാണ് നീ അനാഥനായത്. പക്ഷെ ഞാനോ? ഞാൻ അനാഥനായത് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ നിന്റെ സങ്കടമോ എന്റെ സങ്കടമോ കൂടുതൽ? വംശി, ഒക്കെ നിനക്കറിയാവുന്നതല്ലേടാ. ദേവമ്മയല്ലല്ലോ. ഒക്കെ നിന്റെ അച്ഛന്റെ തീരുമാനങ്ങളല്ലേ. അമ്മ ഇന്ന് വരെ അച്ഛനെ ധിക്കരിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്യണമായിരുന്നു പാർത്ഥ. സ്വന്തം മകനെ അത്രയും ആഴത്തിൽ സ്നേഹിച്ചിരുന്നെങ്കിൽ അച്ഛനെ എതിർക്കണമായിരുന്നു. അവന്റെ ശബ്ദം ഇടറി. വംശി, ഡാ, അമ്മ മാത്രമാണ് ലോകം എന്ന് കണ്ട ഒരു കുഞ്ഞിനെ നിനക്കറിയാമോ പാർത്ഥ? ആ കുഞ്ഞിനെയാണ് ഒരു നാൾ പെട്ടെന്ന് അമ്മയുടെ മടിയിൽ നിന്നും പറിച്ചു മാറ്റിയത്. ഞാൻ കരഞ്ഞതിന്റെയും ഞാൻ പ്രതിഷേധിച്ചതിന്റെയും ഒരംശമെങ്കിലും അമ്മ എനിക്ക് വേണ്ടി ചെയ്തിരുന്നുവെങ്കിൽ ഇക്കണ്ട വർഷങ്ങൾ ഞാൻ നിങ്ങളിൽ നിന്നൊന്നും അകന്നു ജീവിക്കേണ്ടി വരില്ലായിരുന്നു പാർത്ഥ. വംശിയുടെ ശബ്ദത്തിലെ വേദന പാർത്ഥന്റെയും കണ്ണ് നനയിച്ചു. എടാ ദേവമ്മ, അമ്മ നിന്നെപ്പോലെ സങ്കടപ്പെടുകയായിരുന്നു. എന്തിന്? എന്തിനാ സങ്കടപ്പെട്ടെ? അവന്റെ മുഖത്തെ പുച്ഛമില്ലായ്മ മറ്റൊരു വികാരം മാത്രമായിരുന്നു. പാർത്ഥ, ഞാൻ വൈകുണ്ഠത്തിൽ പരമേശ്വരൻ നായരുടെ മാത്രം മകനായിരുന്നില്ല, ദേവർമഠത്തിലെ ദേവമ്മയുടെ മകനായിരുന്നു. അച്ഛന് എത്രമാത്രം എന്റെ മുകളിൽ അവകാശമുണ്ടായിരുന്നു അതിന്റെ 1000 മടങ്ങ് അവകാശമുള്ള ഒരു അമ്മയായിരുന്നു ദേവമ്മ. എന്നിട്ട് എന്താ ചെയ്തേ? സ്വന്തം മകൻ കരഞ്ഞു കാലു പിടിച്ചിട്ടും അവരെ ബോർഡിങ്ങിൽ പറഞ്ഞയച്ചു അല്ലേ? എടാ, നിനക്ക് നിന്റെ അച്ഛന്റെ സ്വഭാവം അറിയാതെയാണോ? എന്തറിയാനാണ് പാർത്ഥ? ആൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ടാൽ അപ്പോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ അമ്മയോട് പറയും. അതിനുമപ്പുറം ഒന്നുമില്ലല്ലോ. എന്നെ ശരിക്ക് സ്നേഹിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാചകം കേൾക്കും മുന്നേ തന്നെ ഞാനുമായി അമ്മാത്തേക്ക് പോണമായിരുന്നു അമ്മ. ഒന്നുമല്ലെങ്കിലും എനിക്ക് എന്റെ അമ്മയെങ്കിലും ഒപ്പം കണ്ടേനേലോടാ. ഇതൊന്നും ചെയ്യാതെ. പറയുമ്പോൾ വംശിയുടെ മുഖം ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകി. അവൻ പറയുന്ന ഓരോ വാക്കും സത്യമാണെന്നറിയുന്ന പാർത്ഥൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഒരു പക്ഷേ വീട്ടിൽ നിന്ന് ഇത്രയും മാറി നിന്നതുകൊണ്ടാകും അവന്റെ സ്വഭാവം ഇത്രയും വികലമായതെന്ന് ഒരു നിമിഷം പാർത്ഥന് പോലും തോന്നിപ്പോയി. പണ്ടും ദേഷ്യവും വാശിയുമാണ് കൂടപ്പിറപ്പ്. ഇപ്പൊ പിന്നെ ഈ ഒറ്റപ്പെടലിൽ നിന്ന് മറ്റൊരാളുടെ സങ്കടമോ വിഷമമോ മനസ്സിലാവാത്ത അവസ്ഥയിലേക്ക് അവന്റെ മനസ്സ് മാറിക്കഴിഞ്ഞു. ഒരു ദീർഘനിശ്വാസത്തോടെ പാർത്ഥൻ കട്ടിലേക്ക് ചെന്നിരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞിട്ടും വംശി ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടാണ് പാർത്ഥൻ ജോലിയുടെ കാര്യങ്ങൾ ഓരോന്നും പിന്നീട് ചോദിച്ചു തുടങ്ങിയത്. അതിൽ പേഴ്സണൽ കാര്യങ്ങൾ ഒഴിച്ച് ഓഫീസും വർക്കും ഒക്കെ കടന്നതും വംശി പതിയെ അവനോട് കാര്യം പറയാൻ തുടങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തന്നെയല്ലേ അഗ്നിയുടെ MD? അതൊന്നും പറയാതിരിക്കുന്നതാ വംശി ഭേദം. അവൻ അവിടെ പഠിക്കാൻ പോകുന്നതാണോ അതോ തല്ലുണ്ടാക്കാൻ പോകുന്നതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ. തല്ലോ? എന്തിന്? കയ്യിലെ ലാപ്പ് കട്ടിലേക്ക് വെച്ചുകൊണ്ട് വംശി കൗതുകത്തോടെ പാർത്ഥനെ നോക്കി. നാളുകൾക്കിപ്പുറം ഗൗരവം മാറി മറ്റൊരു ഭാവം വംശിയിൽ അപ്പോഴാണ് പാർത്ഥൻ കാണുന്നത്. പാർത്ഥന്റെ ചുണ്ടൊന്ന് വിരിഞ്ഞു. അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ കോളേജ് യൂണിയനിലെ ഏതൊക്കെയോ വലിയ കിണാണ്ടറാണ് ഇദ്ദേഹം. അപ്പൊ ഒരു തമ്മിത്തല്ല് അതിന്റെ വക വരും. പിന്നെ ബാച്ചുകൾ തമ്മിലുള്ള അടി. ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ അവനായിട്ട് എന്തെങ്കിലും ഒപ്പിച്ചുകൊള്ളും. എന്തായാലും ആഴ്ചയിൽ ഒരു തല്ല് ഉറപ്പാണ്. എന്നിട്ടും അവൻ ഇപ്പോഴും അവിടെ ഉണ്ടോ? അത് പിന്നെ ഇല്ലാതിരിക്കുമോ? അക്കാഡമിക്സ്, സ്പോർട്സ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം പ്രൈസ് ഇങ്ങോട്ട് വരണമെങ്കിലേ അഗസ്ത്യ നരിമറ്റം അവിടെ ഉണ്ടാവണം. അതുകൊണ്ട് അവരവനെ സഹിക്കുന്നു എന്ന് മാത്രം. അത് കേട്ടതും വംശിയും ചിരിച്ചുപോയി. വിശ്വാമിത്രന്റെ തപസ്സിളക്കാൻ പറ്റി ഏതെങ്കിലും രാജകുമാരി വന്നോ ഇതുവരെ? പഴയതെന്തോ ഓർത്ത് വംശി ചിരിച്ചു. എവിടുന്ന്? കഴിഞ്ഞ ആഴ്ച ഫസ്റ്റ് ഇയറിലെ ഏതോ കൊച്ചു ചെന്ന് ഇഷ്ടം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവളുടെ കന്നം തല്ലി പൊളിച്ചു ഈ പരനാറി. ഒരു മാറ്റവും ഇല്ലല്ലേ? ഒരു മാറ്റവും ഇല്ലടാ. ഞാൻ വന്നത് അറിഞ്ഞു അവൻ? പറയാതെ പിന്നെ, അല്ലെങ്കിൽ എന്റെ ചാവടിയന്ത്രം നടത്തത്തില്ലേ അവൻ? അപ്പോ രാത്രി കാണുമായിരിക്കും അല്ലേ? 101%. അതൊക്കെ വിട്ടെ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. താഴെ ഏതാടാ പെണ്ണ്? ആ അഹങ്കാരി. ഈ നേരം വരെ ചിരിയുണ്ടായിരുന്ന മുഖത്ത് പെട്ടെന്നാണ് ദേഷ്യം കയറി നിറഞ്ഞത്. ഞാനും നിന്നോട് സംസാരിക്കാൻ വേണ്ടി വരികയായിരുന്നു. എന്ത് പണിയാ വംശി നീ കാണിച്ചത്? ഒന്നുമല്ലെങ്കിലും അതൊരു പെൺകുട്ടിയല്ലായിരുന്നോടാ. എന്തൊരു പിടുത്തമ ചെക്ക നീ അവളുടെ കയ്യിൽ പിടിച്ചത്? പാർത്ഥന്റെ സംസാരത്തിൽ ശാസനയായിരുന്നു മുന്നിട്ട് നിന്നത്. നീ ഇടയ്ക്ക് കയറിയിട്ടാണ് പിടുത്തത്തിൽ മാത്രം ഞാനതങ്ങ് ഒതുക്കിയത്. അല്ലെങ്കിൽ ആ പൊന്നുമോൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയനെ. അങ്ങോട്ട് ചെല്ല്, അവൾ ഇപ്പൊ നിന്നു തരും. പാർത്ഥൻ മുഖം വെട്ടിച്ചു.
അവള് നിന്ന് തരണമെന്നൊന്നും ഇല്ല എനിക്ക്. പിടിച്ചു നിർത്തി കൊടുക്കാനേ എനിക്ക് നല്ലോണം അറിയാം. വംശിയുടെ മുഖം കടുത്തു തന്നെ ഇരുന്നു. എന്റെ പൊന്നു വംശി, അതൊരു പാവം കുട്ടിയാണ്. ഇത്തിരി കുറുമ്പും കുസൃതിയും ഉണ്ടെന്നൊഴിച്ചാൽ വെറും ശുദ്ധ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നീ നിന്റെ തൃക്കണ്ണ് അതിന്റെ മുകളിൽ തുറക്കല്ലേ. അതെങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ. ഇരു കൈകൾ കൊണ്ടും കൂപ്പി പാർത്ഥൻ. ഞാനായിട്ടൊന്നിനും അങ്ങോട്ട് പോകില്ല പാർത്ഥ. പക്ഷെ ഇന്ന് കാണിച്ച പോലെ എനിക്ക് കുറുകെ അവൾ വന്നാൽ അവള് വരാതെ ഞാൻ നോക്കിക്കോളാം. നീ നോക്കുമെന്ന് പറഞ്ഞാൽ നിന്റെ ആരാ അവള്? വംശിയുടെ കണ്ണുകൾ സംശയത്തിൽ കുറുകി. എടാ, നീ ആവശ്യമില്ലാത്തൊന്നും കണക്ക് കൂട്ടണ്ട. ഓക്കെ, കൂട്ടണ്ടെങ്കിൽ പറ, ആരാ അവള്? അവള് അവള് സിദ്ധിദാത്രി, ഈ പാർത്ഥന്റെ പെങ്ങളൂട്ടി. പറയുന്നതിൽ അത്രയും വാത്സല്യമായിരുന്നു മുറ്റി നിന്നത്. എന്നാൽ ഈ നേരം അവന്റെ മനസ്സിലുടക്കിയത് ആ പേരായിരുന്നു, ധാത്രി. എന്തൊക്കെയോ തട്ടുമുട്ടും ശബ്ദം കേട്ടാണ് ധാത്രി ഉറക്കം ഞെട്ടി ഉണർന്നത്. പാതിര നേരമായതുകൊണ്ട് തന്നെ ഉണർന്നിട്ട് കണ്ണുകൾ തുറക്കാൻ പറ്റിയില്ല. ഇത്രയും വേഗം നേരം വെളുത്തോ? പരാതി പോലെ പറഞ്ഞുകൊണ്ട് ചുവരോട് ചേർത്ത് വെച്ചിരുന്ന അലാറം നിഴൽ വെട്ടത്ത് നോക്കുമ്പോൾ കണ്ടു നേരം 1:30 കഴിഞ്ഞിട്ടേയുള്ളൂ. ഈ സമയത്ത് എന്താ ഇത്രയും ശബ്ദം? അതോ തനിക്കിനി തോന്നിയതാണോ? ഒരിക്കൽ കൂടി ചെവി വട്ടം പിടിച്ചപ്പോൾ ചീവീടിന്റെ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഒരു കാര്യം വെറുതെ ഓരോന്നാലോചിച്ച് കിടന്നിട്ടാണ്. സ്വയം കുറ്റപ്പെടുത്തി കിടന്നതും പിന്നെയും പുറത്തുനിന്ന് ശബ്ദം കേട്ടു. ഇത്തവണ അവൾക്ക് വല്ലാത്ത പേടി തോന്നി. അമ്മമ്മേ, അമ്മമ്മേ. എന്താ കൊച്ചേ? ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി എല്ലാ ദേഷ്യവും കൊണ്ട് കല്യാണിയമ്മ അവളോട് ഒച്ചയെടുത്തു. അമ്മമ്മേ, പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. ദൈവനാമം ജപിച്ച് കിടക്കാത്തത് കൊണ്ടാണ് നിനക്ക് ഇതൊക്കെ കേൾക്കുന്നത്. നീ രാമരാമ ചൊല്ലിക്കിടന്നേ, ഒന്നും കേൾക്കില്ല. അവര് പിന്നെയും ഇടം തിരിഞ്ഞു കിടന്നു. അല്ല അമ്മമ്മേ, ഞാൻ കേട്ടതാണ്. നീ കേട്ടെങ്കിൽ നീ പോയി നോക്ക്. ഓരോന്നൊക്കെ വേണ്ടാത്തത് ആലോചിച്ചും പിടിച്ചും കിടന്നിട്ട് ബാക്കിയുള്ള ഉറക്കം കൂടി കളഞ്ഞോളൂ. നീ എഴുന്നേൽക്കുന്ന മുന്നേ എഴുന്നേറ്റല്ലേ എന്റെ ജോലി ഇവിടെ നടക്കുള്ളൂ. അതുകൊണ്ട് എന്നെ ഒന്ന് ഉറങ്ങാൻ വിടു കൊച്ചേ. പറയുന്നതിനൊപ്പം തന്നെ അമ്മമ്മ പുതപ്പ് തലവഴി പുതച്ചുകൊണ്ട് കിടന്നു. കാര്യം അമ്മമ്മ തന്നെക്കാളും മുന്നേ എഴുന്നേൽക്കുമെങ്കിലും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഒന്ന് നോക്കണ്ടേ? അല്ലാതെ പരിഭവം പറയുകയാണോ വേണ്ടത്? അമ്മമ്മ വഴക്ക് പറഞ്ഞതിന്റെ വിഷമത്തിൽ കിടക്കുമ്പോൾ പിന്നെയും അവൾ എന്തൊക്കെയോ ശബ്ദം കേട്ടു. ഇത്തവണ രണ്ടും കൽപ്പിച്ച് അവള് പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റു. ചിലപ്പോ ദേവമ്മയാകും. ഇടയ്ക്ക് ഇതുപോലെ രാത്രിയിൽ ചൂടുവെള്ളം ഉണ്ടാക്കാൻ കയറാറുണ്ട്. ആ ഒരു ധൈര്യം മനസ്സിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് ഇത്തിരി ഭയന്നിട്ടായാലും മുറി തുറന്നവൾ പുറത്തേക്കിറങ്ങി. നോക്കുമ്പോൾ ഹാളിലും ചുറ്റുവട്ടത്തും ലൈറ്റുണ്ട്. അപ്പോ ദേവമ്മ തന്നെ. ഒപ്പം ശബ്ദം കേൾക്കുന്നത് അടുക്കളയിൽ കൂടി ആയതുകൊണ്ട് അവൾ ഒന്നുകൂടി ഉറപ്പിച്ചു. ഉറങ്ങാൻ പോകുമ്പോൾ പോലും പിണങ്ങിയാണ് കിടന്നതെങ്കിലും രാത്രി അമ്മയെ ഒറ്റയ്ക്ക് നിർത്താൻ വയ്യാത്ത പോലെ അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് വാതിൽക്കൽ ഒരു നിഴൽ രൂപമാണ്. കാവടി തുള്ളി വന്നവളുടെ നടത്തം അപ്പോഴേക്കും മെല്ലെയായി. ഒരിക്കൽ കൂടി മുന്നിൽ നിൽക്കുന്നത് അമ്മയാണോ എന്ന് നോക്കാൻ വേണ്ടി അവൾ പതുക്കെ അടുത്തേക്ക് ചെന്നതും കാണുന്നത് ഒരു പുരുഷരൂപത്തെയാണ്. കൈയില്ലാത്ത കറുത്ത ബനിയനും കാവിമുണ്ടും കഴുത്തിലെ തുണിയും ഒക്കെ കണ്ടതും അവൾക്കത് കള്ളനാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഒരു നിമിഷം വേണ്ടി വന്നില്ല. അവനെ മുന്നിൽ ചെന്ന് പെടാതെ ഭയന്നും കൊണ്ട് പിന്നിലേക്ക് പോകാൻ തുടങ്ങിയതും കൈ തട്ടി അടുക്കളയ്ക്ക് പുറത്തെ തടിയുടെ കുഞ്ഞു സ്റ്റാൻഡിൽ നിന്നും അവളുടെ കയ്യിൽ നിന്ന് അത് താഴെ വീണു. പ്രതീക്ഷിക്കാതെ പിന്നിൽ കേട്ട ശബ്ദത്തിൽ ആ നിഴൽ രൂപം തിരിഞ്ഞതും അവൾ കൂവിക്കൊണ്ട് സ്റ്റാൻഡ് എടുത്ത് അവന് നേരെ എറിഞ്ഞു. ദേഹത്ത് കൊള്ളാതിരിക്കാൻ അവനത് കൈകൊണ്ട് തടഞ്ഞെങ്കിലും ആയത്തിൽ വന്ന സാധനം അവനെ വേദനിപ്പിക്കുക തന്നെ ചെയ്തു. ദേഷ്യത്തിൽ മുന്നിലേക്ക് വരുന്നവനെ കണ്ട് അവൾ പിന്നെയും കൂവാൻ തുടങ്ങിയതും ഒറ്റ വലിയിൽ അവളെ പിടിച്ചുയർത്തി അവൻ അവളുടെ വായിൽ തന്റെ കൈ വെച്ച് പൊത്തിയിരുന്നു. ഇത്തിരി മുന്നേ കണ്ട നിഴൽ വെളിച്ചത്തിലേക്ക് വന്നതും പെണ്ണിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചുപോയി. ശരീരമാകെ തളർന്നിട്ട് ഹൃദയം പോലും കിടുങ്ങി നിൽക്കുന്നത് പോലെ അവൾ ആകെ വിളറി വെളുത്തു. മുന്നിൽ മറ്റാരുമല്ല, രാവണൻ. ഇങ്ങനെ ഒരാൾ ഇവിടെയുണ്ടെന്ന് അവളുടെ ഓർമ്മയിൽ പോലും ആ നേരം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാ ഇവിടുത്തെ സാറില്ലാത്ത മറ്റൊരു പുരുഷരൂപം കണ്ടതും അവൾ അത് കള്ളനാന്ന് ഉറപ്പിച്ചത്. പെണ്ണിന്റെ ഉടലാകെ ഭയം കൊടുമ്പിരി കൊണ്ടു. അവന്റെ മുഖത്തേക്കും ആ കണ്ണിലേക്കും നോക്കാൻ പോലും സാധിക്കാതെ അവളുടെ ശരീരം ആലില പോലെ വിറച്ചു. ഈ സമയം വംശിയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. ഇത്രയും നേരം ജോലി ചെയ്തു തുടങ്ങുമ്പോഴാണ് വിശപ്പ് തുടങ്ങിയത്. രാത്രി ഇത്രയും ആയതുകൊണ്ട് തന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല. അല്ലെങ്കിൽ ഇത്രയും കാലം സ്വന്തമായി ചെയ്തവന് ഇപ്പോൾ ഒരാളുടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. അങ്ങനെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ഇറങ്ങിയതാണ് അവൻ അടുക്കളയിലേക്ക്. പോരുമ്പോൾ ഫോൺ എടുക്കാൻ മറന്നുപോയി. അകത്തെ സ്വിച്ച് ബോർഡ് എവിടെയാണെന്ന് പരിചയമില്ലാത്തതുകൊണ്ട് അത് തപ്പിയപ്പോൾ കുറെ പാത്രങ്ങളൊക്കെ താഴെ വീണു.
ഇത്തിരി നേരം തപ്പിയിട്ട് ലൈറ്റിന്റെ സ്വിച്ച് കാണാത്തത് കൊണ്ട് മുറിയിലെ ഫോൺ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതാണവൻ. ആ നേരത്ത് ബനിയൻ സൈഡിലെ എവിടെയോ പോയി ഒന്ന് ഉടക്കി. അതൊന്ന് അടർത്തി മാറ്റുന്ന സമയം. ആ ഒരു നിമിഷത്തിലാണ് ഇത്രയുമൊക്കെ ഉണ്ടായത്. കാര്യം ആ തടിയുടെ സ്റ്റാൻഡിൽ ചെറുതായിട്ടെങ്കിലും ആഞ്ഞു വന്ന് കൊണ്ടിട്ട് കൈക്കുഴയ്ക്കിപ്പോ നല്ല വേദനയുണ്ട്. അതിനൊപ്പം അവള് വിളിച്ച വിളി, കള്ളൻ. അവന് വിറഞ്ഞു കയറാൻ പിന്നെ വേറെന്തെങ്കിലും വേണോ? ഈ നേരം സൂര്യനെ പോലും ചാമ്പലാക്കാൻ കഴിയുന്ന അഗ്നിയുമായി തന്നെ ദഹിപ്പിക്കാൻ നിൽക്കുന്നവന്റെ കയ്യിൽ കിടന്ന് കുതറുകയായിരുന്നു സിദ്ധി.